ഇനിയും ചോദിക്കാനുള്ളത് മറ്റൊന്നുമില്ല. നിങ്ങളുടെ ക്യാപ്റ്റനെ കുറിച്ചാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ച ഈ വർഷങ്ങൾ, അദ്ദേഹവുമായിട്ടുള്ള താങ്കളുടെ ഔദ്യോഗികമായിട്ടുണ്ടാവും, പിന്നെ സ്വകാര്യമായിട്ട് എന്നോടൊരിക്കൽ താങ്കൾ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇനി നമുക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ എന്നുള്ള കവിതയാണ്. അത് ഗംഭീര കവിതയാണ്. ഇനി നമുക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക. പുഴയിറമ്പിലെ പുല്ലുകൾ, പൂവുകൾ, പുഴയിൽ 1000 നക്ഷത്ര മീനുകൾ, ഋതുലയം ചേർത്തു പാടുന്ന പക്ഷികൾ, നിബിഡ കാനനം, നീള പൂമ്പാറ്റകൾ, ഉടയ ദൈവത്തിന് എണ്ണയും കൊണ്ടിതാ പുഴുകൊരാൾ സ്നേഹയാത്ര തിരിക്കുന്നു. ഇനി നമുക്കെന്തു വേണം ഈ ഭൂമിയിൽ, നിറയെ ജീവന്റെ ബന്ധുക്കളല്ലേ. കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ രണ്ടാമത്തെ മന്ത്രി എന്ന രീതിയിലുള്ള ഒരു അകൽച്ചയല്ല എനിക്ക് ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനുമായിട്ടുള്ളത്. വളരെ അടുത്ത സൗഹൃദവും വ്യക്തിബന്ധവും കൈമാറലുകളും ഒക്കെ ആയിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഔപചാരികത ഇല്ലാതെ എപ്പോഴും സംസാരിക്കാവുന്ന ഒരാളാണ്. വ്യക്തിപരമായി നമ്മൾ കലയെക്കുറിച്ചും കവിതയെക്കുറിച്ചൊക്കെ സംസാരിക്കുമെങ്കിലും ഇങ്ങനെ സംസാരിക്കാൻ കിട്ടിയതൊരു വലിയ അവസരമാണ്. ജയരാജേട്ടനോടുള്ള ബന്ധം അങ്ങനെ തന്നെയാണ്. അതാണ് എൻ്റെ പ്രത്യേകത. സത്യത്തില് ഈ ഒറ്റ തോർത്ത് മുണ്ട് കയ്യിൽ പിടിച്ച് കേരളത്തിന്റെ 1000കണക്കിന് കാണികളെ ചിരിപ്പിച്ചിരുന്ന കാരിക്കേച്ചർ ക്യാമ്പസുകൾക്കും പുറത്തും അവതരിപ്പിക്കുമ്പോൾ അത്യാവേശപൂർവ്വം ഒന്നും വിടാതെ കൈയടിച്ചിരുന്ന ഒരു പഴയ കൗമാരവും യുവത്വം ഒക്കെയുള്ള കാലത്ത് ആരംഭിച്ചിട്ടുള്ള ഒരു ആത്മബന്ധമാണ്. അതിങ്ങനെ കണ്ടു കേട്ടും, പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ പൂരവും തൃശ്ശൂരിന്റെ പെരുമകളിലും ഒക്കെ ജയേട്ടനോടൊപ്പം അങ്ങനെ അലിഞ്ഞു ചേർന്നും ഒക്കെ ആരംഭിച്ചിട്ടുള്ള ഒരു ബന്ധമാണെന്നുള്ളതുകൊണ്ട് മന്ത്രിയും സാംസ്കാരിക നായകനും വ്യത്യാസം. എനിക്ക് അന്തിക്കാട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അന്തിക്കാട്ടുകാരനാണല്ലോ. യഥാർത്ഥത്തിൽ അന്തിക്കാട്ടെ ആ കൗമാരകാലത്താണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്കും ബാലവേദിയിലേക്കും അതിനെ തുടർന്ന് ഇപ്പോൾ സജീവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലേക്കും കടന്നു വരുന്നത്. സുവോളജിക്കൽ പാർക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ബഹുമാനപ്പെട്ട മന്ത്രി രാജന്റെ ഒരു കഠിനമായ പ്രയത്നത്തിന്റെ ഫലമായിട്ടുള്ള ഒന്നാണ് സുവോളജിക്കൽ പാർക്ക്. അത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പൊല്ലൂർ മണ്ഡലം മാത്രമല്ല, മൊത്തം ഇന്ത്യക്ക് തന്നെയല്ല അതിൻ്റെ ഒരു വലിയ സംഭാവന. തീർച്ചയായിട്ടും ഈ സുവോളജിക്കൽ പാർക്കിന് കഴിഞ്ഞ 10-30 വർഷക്കാലമായി അവിടെ മാറി മാറി വന്ന രാഷ്ട്രീയ പ്രവർത്തകർ, ജനാധിപത്യ വേദികൾ, ഭരണ സംവിധാനങ്ങൾ അവരെല്ലാം അവരുടെ സംഭാവനകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനെ അനുവദിക്കലല്ലാതെ, അനുവാദം കിട്ടിയതല്ലാതെ ചെലവഴിക്കാനുള്ള പണത്തിന്റെ ഒരു വലിയ പ്രയാസം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള തടസ്സം നേരിട്ട ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. അന്ന് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മുളങ്കാടുകളാൽ നിറഞ്ഞ ഒരു പ്രദേശമായി 350 ഏക്കർ എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ ഇന്നത് വല്ലാത്ത മാറ്റം ഉണ്ടായി. തൃശ്ശൂർ മൃഗശാലയിലെ മുഴുവൻ മൃഗങ്ങളെയും അങ്ങോട്ട് മാറ്റപ്പെട്ടു. കേരളത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള മൃഗങ്ങളുടെ വരവാരംഭിച്ചു. ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായിട്ടുള്ള ജോൺ കോ ഡിസൈൻ ചെയ്ത് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ നടുവിൽ, കാടിന്റെ നടുവിൽ എങ്ങനെ മൃഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്ന് പുതിയ നാട്ടിൽ അവർ ജീവിക്കുന്ന പോലെ തന്നെ ഇവിടെ സ്വൈര്യമായിട്ട് അവർക്ക്. അതെ. ഇപ്പോ കഴിഞ്ഞ 28-ാം തീയതിയോടുകൂടി അത് ആരംഭിച്ചു. അതിന്റെ ട്രയൽ റൺ നടന്നു. ജനുവരി മാസത്തോടുകൂടി പബ്ലിക്കിന് തുറന്നു കൊടുക്കും. അതൊരിക്കലും ഫുൾ സിംഗ് ആവരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകണം. നേരത്തെ തീരുമാനിച്ചതിന്റെ ഫുൾഫില്ലിംഗ് ആയി. പക്ഷെ വീണ്ടും ഇപ്പോ പെറ്റിംഗ് സൂ പുതിയൊരാശയാണ്. അതവിടെ വരികയാണ്. ജനുവരി മാസത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫിസിക്കലായിട്ട് ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ വൈവിധ്യങ്ങളുടെ IT സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള വെർച്വൽ സൂ അവിടെ വരികയാണ്. ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള അനിമൽസിനെ കൊണ്ടുവരാൻ വേണ്ടി പണമടച്ച് ബുക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ തൃശ്ശൂരിലെ മൃഗശാലയിലെ മൃഗങ്ങളെ മാറ്റുകയും അതിമനോഹരമായ കാടിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുകയും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലൂടെ അത് തുടർന്ന് ഇനി ഓരോ ഘട്ടത്തിലും കൂടുതൽ 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 വികസിച്ച് ലോകോത്തര ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കേന്ദ്രം. അതിന്റെ ഭാഗമായിട്ട് ഒരു നാട് മുഴുവൻ, ഞങ്ങൾ വിചാരിക്കുന്നത് ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും ഒരു വർഷം ഒരു 30 ലക്ഷം പേരെങ്കിലും വരാവുന്ന വിധത്തിൽ ഒരു നാടിന്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയിലാകെ മാറ്റം വരുത്തുന്നതായിരുന്നു. അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം കിഫ്ബിയാണ്. ഞാൻ പറയുന്നത് ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നു. മൃഗങ്ങൾക്കും അവർക്ക് എല്ലാവർക്കും വിഹരിക്കാവുന്ന ഒരു വലിയ, ലോകത്തിന്റെ മുന്നിൽ തന്നെ കാഴ്ചവെക്കുന്ന ഇന്ത്യയുടെ ഒരു വലിയ സംഭവമാണ് സുവോളജി പാർക്ക്. റവന്യൂ വകുപ്പ് മന്ത്രി രീതിയിൽ അങ്ങേക്ക് തോന്നിയത് എന്താണ്? ഈ ഭൂമി, അതായത് എല്ലാവർക്കും ഭൂമി
ഞങ്ങളൊരു ക്യാപ്ഷൻ തന്നെ അതെ അതെ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്. അതെ യഥാർത്ഥത്തിൽ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കുന്ന പട്ടയം കേരളത്തിന്റെ ചരിത്രത്തിലല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്റഗ്രേറ്റഡ് പോർട്ടൽ ഉൾപ്പെടെ വരുന്ന ഭൂമി ക്രയവിക്രയത്തിൽ എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന ഡിജിറ്റൽ റിസർവ്. ഇന്നിപ്പോ ചേട്ടന്റെ വില്ലേജ് ഓഫീസൊക്കെ പോയി നോക്കിയാൽ കാണാം എന്തൊരു മനോഹരമായിട്ട്. അതെ, അതെ. അതെ, അല്ല ഇപ്പൊ ഞങ്ങളെ ഓഫീസിലേക്ക് വിടാതായില്ലേ, കാരണം നമ്മൾ ഈ വീട്ടിലിരുന്ന് സംവിധാനങ്ങളും ക്ലിക്ക് ചെയ്താൽ മതിയല്ലോ നമുക്ക്. എല്ലാം ഈ സംവിധാനങ്ങൾ. അതെ ഇപ്പൊ ഭൂമിയുടെ ക്രയവിക്രയത്തിൽ തന്നെ പണ്ടുള്ള പ്രശ്നം, ഒരു രജിസ്ട്രേഷൻ ഓഫീസിൽ പോയി നമ്മൾ ഭൂമി, ഞാനും ചേട്ടനും തമ്മിലുള്ള ഭൂമി ഇടപാട് നടത്തുന്നു. അപ്പൊ ഈ ഭൂമിയുടെ മറ്റു വിശദാംശങ്ങളൊന്നും ലഭ്യമല്ല. രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് ഒരു ഭൂമി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. ഇത് അതെ. പോക്കുവരവ് നടത്തുമോ, ഇതിന്റെ സ്കെച്ച് എവിടെയാണ്, പരസ്പരം പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പിന്നെ പോകുമ്പോൾ പോക്കുവരവ് നടത്തേണ്ട, തണ്ട പേര് പിടിക്കേണ്ട സ്ഥലത്തെത്തുമ്പോൾ റവന്യൂ ഓഫീസിലെത്തുമ്പോഴായിരിക്കും ഇത് അതിന് പറ്റാത്ത ഭൂമിയാണ്, പ്രശ്നമായി. പിന്നെ ഈ മാപ്പ് പ്രകാരം ഈ ഭൂമി എവിടെയാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് 4 അലുക് നാം വിചാരിച്ച സ്ഥലത്തല്ല. ഇനി മുതൽ ഇന്റഗ്രേറ്റഡ്, അതായത് നമ്മുടെ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ വില്ലേജുകളിലും രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ വകുപ്പുകളുടെ 3 പോർട്ടലുകളും ഒറ്റ കമാനത്തിൽ കാണാൻ വിധത്തിൽ ഇന്റഗ്രേറ്റഡ് പോർട്ടലായി എൻ്റെ ഭൂമി എന്ന പേരിൽ. അപ്പോൾ ഇനി നിങ്ങളെ ഭൂമിയുടെ കണക്ക് പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല. ഞാൻ വിൽക്കുന്ന ഭൂമി ചേട്ടനാണ് മേടിക്കുന്നതെങ്കിൽ രജിസ്ട്രേഷൻ നടത്തുന്ന നേരത്തെ അതിന്റെ കൃത്യത ബോധ്യപ്പെടാവുന്ന വിധത്തിൽ ഇനി ഭൂമി കൈമാറ്റത്തിൽ ക്രയവിക്രയങ്ങളില്ല. പട്ടയാണ് ഇതിൽ ഏറ്റവും വലിയ അനുഭവം. 4-4.25 ലക്ഷം പട്ടയങ്ങൾ ഈ കേരളത്തിൽ 9.5 വർഷക്കാലത്തിനിടയിൽ വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു സർവകാല റെക്കോർഡാണ്. അത് അതോടൊപ്പം തന്നെ ഈ പട്ടയം കൊടുത്ത സമയത്ത് പത്രത്തിൽ വന്നൊരു ക്യാപ്ഷൻ എൻ്റെ ഓർമ്മയിലുണ്ട് ഇപ്പോഴും. ഒരു വളരെ പാവപ്പെട്ട ഒരു ഒരു അമ്മ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കയ്യിൽ തൊട്ടപ്പോൾ എനിക്ക് ദൈവത്തിന്റെ കയ്യിൽ തൊട്ടതുപോലെ തോന്നിയെന്നാണ് അവർ പറഞ്ഞ ഒരു കമന്റ്. അത് വലിയ വാർത്തയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ വളരെ ഒരു ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ താങ്കൾ മുകളിലേക്കാണോ നോക്കുന്നത് താഴേക്കാണോ നോക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും താഴേക്ക് നോക്കുന്ന. ഉറപ്പായിട്ടും. ഈ അന്തിക്കാട് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ജനിച്ച അങ്ങേക്ക് അവിടുത്തെ അന്നത്തെ കാലത്തെ പാവപ്പെട്ടവരായ മനുഷ്യരുടെ ജീവിതം അതൊക്കെ എങ്ങനെയാ ഫീൽ ചെയ്തിട്ടുള്ളത് ഫ്രം യുവർ നിങ്ങളുടെ ഒരു വളർച്ചയുടെ തുടക്കത്തിൽ? ഈ പാവപ്പെട്ടവനും കഷ്ടപ്പെടുന്നവനും 2-3 നേരത്തെ ഭക്ഷണത്തിന് വഴിയില്ലാത്തവനും ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവന്റെ ആ ഒരു മുഖം അതാണ് ജീവിതത്തിൽ എപ്പോഴും നമ്മളെ നയിക്കുന്ന ഒരു കാര്യം. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം ബാധിക്കുന്ന ഏറ്റവും സാധാരണക്കാരനായ ഒരാളുടെ മുഖമാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത്. സത്യത്തിൽ ഈ പട്ടയ വിതരണത്തിനൊക്കെ വർഷങ്ങളായി. ഇപ്പോൾ ഈ ഗോവിന്ദ മാഷ്ട മണ്ഡലമായിട്ടുള്ള തളിപ്പറമ്പിലെ മൊറാഴയിൽ നിന്ന് എടുത്തിങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് വരുന്ന വഴികളെല്ലാം ഈ 50 വർഷമായി ഭൂമിക്ക് സമരം ചെയ്യുന്ന ഉള്ളകരയിലെ ആദിവാസികൾക്ക് 1.5 ഏക്കർ ഭൂമി കൊടുത്തു. കേരളത്തിൽ ഇപ്പൊ ഭൂമി വിതരണത്തിന്റെ കണക്കെടുത്ത് നോക്കിയാൽ 50-60 വർഷങ്ങളായി നിയമത്തിന്റെ പല പേരുകളിൽ കുരുക്കി കഴിഞ്ഞിരുന്ന ആളുകളുടെ കുരുക്കഴിച്ചു പട്ടയം കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എപ്പോഴും ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരോട് പറയാറുണ്ട്. ഈ നിയമവും ചട്ടവും ചെകുത്താനും ഓടിക്കുന്ന കുരിശായി സാധാരണക്കാരുടെ മുമ്പിൽ കാണിക്കാൻ പാടില്ല. അത് അവരെ സഹായിക്കാനുള്ള ഒരു കേന്ദ്രമാണ്. അപ്പൊ ഞങ്ങൾ അവരോട് പറയും, ആ ഘട്ടത്തിൽ നിൽക്കുന്ന അപേക്ഷയുമായി വരുന്ന ഒരുത്തന്റെ മാനസികാവസ്ഥയിലേക്ക് അവർ മാറണം, ഉദ്യോഗസ്ഥൻ മാറണം. ഞാൻ 50 വർഷമായി ഒരു വീടില്ലാതെ, ഒരു ഭൂമിയില്ലാതെ, മക്കളെ കെട്ടിക്കാനാവാതെ, കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കാൻ പറ്റാതെ, ഭൂമിയുടെ രേഖയില്ലാതെ കിടക്കുന്ന ഒരാളാണ് എന്നൊരു അപേക്ഷ മേടിക്കുമ്പോൾ നമ്മൾ അവരാകണം. നമ്മൾ അവരുടെ മാനസികാവസ്ഥയിൽ നിന്നാൽ നിയമങ്ങളുടെ മുമ്പിലൊക്കെ ആർക്കും ഉപദ്രവം പറ്റാത്ത വിധത്തിൽ കണ്ണടയ്ക്കാനോ നടപടിയെടുക്കാനോ ആവശ്യമെങ്കിൽ നിയമം മാറ്റി എഴുതാനോ തയ്യാറാണ്. നമ്മളെ ആ ഓർമ്മകൾ പ്രാപ്യമാക്കും. സാധാരണക്കാരായ മനുഷ്യനോട് അവനെ അടുത്ത് മനസ്സിലാക്കി അവന്റെ വികാരങ്ങൾ കണ്ടു വേണം അവനുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവിലോ ഒരു നടപടിയിലോ ഒരു ചിന്തയിലോ നമുക്ക് പോകാൻ വേണ്ടി കഴിയുക. ജീവിതത്തിൽ ഒരു വലിയ അനുഭവമാണ് യഥാർത്ഥത്തിൽ ചൂരൽമല. മറക്കാൻ പറ്റാത്ത, ജീവിതത്തിൽ എവിടെ പോയാലും ഇങ്ങനെ നമ്മളെ തുടർച്ചയായി പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്ന വികാരമാണ്. ഈ വായിക്കാൻ സമയം കിട്ടുന്നുണ്ട് ഇപ്പൊ? നേരത്തെ ഉള്ളതിനേക്കാൾ കുറവാണ് സത്യം പറഞ്ഞ. നേരത്തെ കണ്ടമാനം നമ്മളതുമേ ഒരു ആർത്തിയും ആവേശവുമായിട്ട് വായിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടുതൽ സമയം കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോഴും ഒന്നും
പരമാവധി വിടാതെ നോക്കും. ട്രെയിൻ യാത്രയൊക്കെ ഉം. ഒരു നല്ല നേരമായിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു നല്ല അല്ല, മിക്കവാറും പ്രസംഗങ്ങളിലും ഒക്കെ കവിതകളൊക്കെ ഉദ്ധരിക്കാറുണ്ടല്ലോ. പ്രത്യേകിച്ച് ആലങ്കോടിന്റെ കവിതകള്, പിന്നെ എന്താ പറയാ, വളരെ പ്രശസ്തങ്ങളായ പല കാവ്യങ്ങളും കവിതകളും അതൊക്കെ വളരെയധികം ആളുകൾക്ക് സന്തോഷമാണ്. നമുക്കത് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അതെ അതെ അതെ. ഇഷ്ടപ്പെട്ട കവിത 4 വരി നമ്മുടെ ആലങ്കോടിന്റെ നമ്മൾ ചെല്ലാറില്ലേ? ആലങ്കോടിന്റെ ചൊല്ലണോ എത്രയോ ഏത് കവിതയാണെങ്കിലും നമുക്ക് അല്ല, പ്രിയപ്പെട്ടതല്ലേ. നമ്മള് നമ്മുടെ സുഹൃത്ത് ആലങ്കോടിന്റെ ഒരു കവിത ചൊല്ലാറില്ലേ? പിന്നെ സ്ഥിരമായിട്ട് ആലങ്കോടിന്റെ ഒരുപാട് കവിതകൾ ചൊല്ലാറുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇനി നമുക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ എന്നുള്ള കവിതയാണ്. അത് ഗംഭീര കവിതയാണ്. ഇനി നമുക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക. പുഴയിറമ്പിലെ പുല്ലുകൾ, പൂവുകൾ, പുഴയിൽ 1000 നക്ഷത്ര മീനുകൾ, ഋതുലയം ചേർത്തു പാടുന്ന പക്ഷികൾ, നിബിഡ കാനനം, നീള പൂമ്പാറ്റകൾ, ഉടയ ദൈവത്തിന് എണ്ണയും കൊണ്ടിതാ പുഴുപൊരാൾ സ്നേഹയാത്ര തിരിക്കുന്നു. ഇനി നമുക്കെന്തു വേണം ഈ ഭൂമിയിൽ, നിറയെ ജീവന്റെ ബന്ധുക്കളല്ലേ. ഇനിയും ചോദിക്കാനുള്ളത് മറ്റൊന്നുമില്ല, നിങ്ങളുടെ ക്യാപ്റ്റനെ കുറിച്ചാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ച ഈ വർഷങ്ങൾ, അദ്ദേഹവുമായിട്ടുള്ള താങ്കളുടെ ഔദ്യോഗികമായിട്ടുണ്ടാവും, പിന്നെ സ്വകാര്യമായിട്ട്. എന്നോടൊരിക്കൽ താങ്കൾ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പറഞ്ഞ്, നമ്മളെ എന്ത് പറഞ്ഞാലും അദ്ദേഹം സശ്രദ്ധം കേൾക്കും എന്ന് പറഞ്ഞില്ലേ? അതൊരു രാഷ്ട്രീയ പ്രവർത്തകന്റെയും ഭരണാധികാരികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ. ലിസണർ. ഒന്ന് കേൾക്കുക. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് മുൻവിധികളോടെ പ്രവർത്തനത്തെ അവസാനിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ റീസണബിൾ ആണെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കുക, പൂർണ്ണമായിട്ടും കേട്ടിരിക്കുക. പിണറായി വിജയൻ എന്ന വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു ഭരണാധികാരി വളരെ കൃത്യമായി, നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടാകുന്ന പോലെയല്ല. ഞാൻ പുലർച്ചെ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്. രാത്രി ഏറെ വൈകി 10 മണിക്ക് ശേഷം അദ്ദേഹം മുറിയിലിരുന്ന് ഫയൽ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്തെ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേരളം ഈ 10 വർഷക്കാലത്തിനിടയിൽ നേടിയെടുത്തിട്ടുള്ള ലോകശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള നേട്ടങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞാൽ സമയമെടുക്കും. അതിദരിദ്രരില്ലാത്ത കേരളം മുതൽ അതെ അതെ. ലോകശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള പോർട്ടായിട്ട് വിഴിഞ്ഞത്ത് കൊണ്ടുവരുന്നത് വരെ നമ്മൾ 4 മിഷനുകളിൽ ആരംഭിച്ച് ഹരിതവും ലൈഫും പൊതുവിദ്യാഭ്യാസ സംരക്ഷണവും ആർദ്രവും 4 മിഷനുകളിൽ ആരംഭിച്ച് കൃത്യമായ മോണിറ്ററിംഗ് ആണ്. എല്ലാ മാസവും ആരാണോ അതിൽ പങ്കെടുക്കേണ്ടത് ഓരോന്നിനും മോണിറ്റർ ചെയ്ത് കൃത്യമായി അവതരിപ്പിച്ച് നേരത്തെ തന്നെ തയ്യാറാക്കിയ കുറിപ്പുണ്ടാക്കി നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ധാരണ. ഈ ചൂരൽമല ദുരന്തം ഉണ്ടാകുന്നത് ജൂലൈ 30-ാം തീയതി പുലർച്ചെ മണി 1:30 മണിയോടുകൂടി ഏതാണ്ട് സംഭവങ്ങളൊക്കെ നോക്കി 3 മണിയാകുമ്പോഴേക്കും ഉരുള് പൊട്ടി. അപ്പോ ഞങ്ങളെല്ലാം പെട്ടെന്ന് ഉണർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഒന്ന് പുലർച്ചയായിട്ട് വിവരം പറയാം. അപ്പൊ ഇത്ര ഭീകരമായ വിവരങ്ങൾ നമുക്കറിയില്ല. അവിടെ നിന്ന് കിട്ടുന്ന ഇത്ര വലിയ മരണങ്ങൾ ഉണ്ടാകുമെന്നൊന്നും നമുക്കറിയില്ല. അവിടെ നിന്ന് കിട്ടുന്ന കൊച്ചു കൊച്ചു അറിവുകൾ, ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്, വലിയ ഉയർന്ന ശബ്ദം ഉണ്ടായിരുന്നു എന്ന അറിവുണ്ട്, കളക്ടർ തീരത്തുണ്ട്. പക്ഷേ ഒരു 6 മണിക്കായിട്ട് അദ്ദേഹത്തെ വിളിക്കാം എന്ന് ഞാൻ കരുതിയിരിക്കുകയാണ്. 4 മണിക്ക് അദ്ദേഹം വിളിക്കുന്നു. 4 മണിക്ക് എന്നെ വിളിക്കുന്നു. അപ്പോ വേറെ ചോദ്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ ശ്രമിക്കുന്നില്ല. വിവരം അറിഞ്ഞ് പണി തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇപ്പൊ ഏറ്റവും പെട്ടെന്ന് പോകാനുള്ള സംവിധാനം എന്താണെങ്കിൽ ആലോചിക്കുക, അത് വെച്ച് ചെയ്യുക. അദ്ദേഹത്തെ കുറിച്ച് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ആരെങ്കിലും പറഞ്ഞാലും അടുത്ത് പ്രവർത്തിച്ചാൽ അതെല്ലാം ആളുകൾക്ക് ബോധ്യപ്പെടും. ഒരു ഭരണാധികാരിക്ക് ഉണ്ടാകേണ്ട പല വിധത്തിലുള്ള ഗുണങ്ങളുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് സഹ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു മടിയില്ല. ഇതുമായി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ, താലൂക്ക് ഓഫീസർ എവിടെ ചെന്നാലും നമ്മൾ വല്ലാത്ത നിയമങ്ങളുടെ നൂലാമാലകളിൽപ്പെട്ട് അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഞാനും അതിൽ പെട്ടിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും അങ്ങേ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായതിനു ശേഷം ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ 4 വർഷത്തെ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്ന വലിയൊരു മാറ്റം. ഭൂമിയുടെ മന്ത്രിയായിരിക്കുക എന്ന് കേൾക്കുമ്പോൾ രസമാണ്. പക്ഷെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ജോലി അതാണ്. പട്ടയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു പട്ടയ മിഷൻ രൂപീകരിച്ചു 140 നിയോജക മണ്ഡലത്തിലും. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ എല്ലാ MLA-മാരും ചെയർമാന്മാരായി ആ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് നിങ്ങളുടെ അധികാര പരിധിക്കുള്ളിൽ ഇനി പട്ടയം കിട്ടേണ്ട ആരെങ്കിലും ബാക്കിയുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ കാരണം, അതിന്റെ വിശദാംശങ്ങൾ രേഖാമൂലം വാങ്ങിയെടുത്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലെയും പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ദീർഘമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഒരു പൊതു പ്ലാറ്റ്ഫോം കേരളത്തിലുണ്ടായി. അതൊരു ചെറിയ കാര്യമല്ല. ആ വിധത്തിൽ
പട്ടയവുമായി ബന്ധപ്പെട്ട താലൂക്ക് ലാൻഡ് ബോർഡിലെ പ്രശ്നങ്ങൾ തീർക്കുക, LTയിലെ പ്രശ്നങ്ങൾ തീർക്കുക, ഇങ്ങനെ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെയും ഭൂപതിവ് നിയമത്തിൻ്റെയും സാധ്യതകളിൽ നിന്നുകൊണ്ട് പരമാവധി പ്രയോജനപ്പെടുത്താനും, ജനങ്ങൾക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ ഭൂപതിവ് നിയമം ദീർഘമായിട്ടുള്ള ഒരു കാലത്തിന് ശേഷം ഭേദഗതി വരുത്തി ജനങ്ങൾക്ക് അനുകൂലമായി കൊണ്ടുവരാനും ഉൾപ്പെടെ നടത്തിയ പരിശ്രമങ്ങൾ ഭൂമി വിതരണവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഏടാണ്. എല്ലാവർക്കും രേഖ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ റീസർവേയിലേക്ക് കേരളം പോയി. കേരളത്തിലെ 1666 വില്ലേജുകളും RTK റോവറുകളും അത്യാധുനികമായിട്ടുള്ള സർവേ ഉപകരണങ്ങളും കൊണ്ട് നമ്മുടെ ഭൂമി കൃത്യമായിട്ട് അളക്കുക. ജേട്ടൻ്റെ വീട്ടിൽ റീസർവേ നടപടികൾ ആരംഭിച്ച് 4 അതിര് അളന്ന് തിട്ടപ്പെടുത്തിയാൽ ആ അതിര് ഇനി ആര് വേലിക്കുറ്റി വളച്ച് കളഞ്ഞാലും പോകാൻ പോകുന്നില്ല. ഇപ്പോ എനിക്ക് 10 സെന്റ് ഭൂമിയുണ്ട് എന്ന് രേഖപ്പെടുത്തിയാൽ ആ 10 സെന്റ് ഭൂമി എവിടെയെന്ന് കാണിച്ചു തരാനുള്ള ഉത്തരവാദിത്വം ജേട്ടനാണ്. നമ്മുടെ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ ആ 10 സെന്റിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുകയാണ്. ചേട്ടാ, ഈ 3.5 വർഷക്കാലത്തിനിടയിൽ നമ്മൾ 8.5 ലക്ഷം ലാൻഡ് പാഴ്സലുകൾ 8.5 ലക്ഷം ഹെക്ടർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. കേരളത്തിലാകെ റവന്യൂ ഭൂമി 28 ലക്ഷമേ ഉള്ളൂ. അതിൽ 8.5 ലക്ഷത്തിലധികം ഭൂമി അളന്നു തിട്ടപ്പെടുത്തി കഴിഞ്ഞു 2025 ആകുമ്പോഴേക്കും. ഈ റീസർവേ പൂർത്തീകരിക്കുന്നതോടുകൂടി ഭൂമിയുടെ ക്രയവിക്രയത്തിൽ ഒരാൾക്കും അപകടം ഉണ്ടാക്കാൻ പറ്റാത്ത വിധത്തിൽ രജിസ്ട്രേഷനും റവന്യൂവും സർവേയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എൻ്റെ ഭൂമി എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഇന്റഗ്രേറ്റഡ് പോർട്ടൽ, സർവേ രംഗത്തെ മഹത്തായ വിപ്ലവമാണത്. നവകേരളത്തിന് വേണ്ടി തന്നെ മീനാക്ഷി അവതരിപ്പിച്ച എൻ്റെ ഭൂമി എന്ന ഒരു പ്രത്യേക പരിപാടി ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ആക്ച്വലി ഞാനിപ്പോൾ കാസർഗോഡ് കളക്ടറേറ്റിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാനിവിടെ വന്നിട്ടുള്ളത് കുറച്ചധികം ആൾക്കാരെ കാണാനും കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനുമായിട്ടാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും എന്താണ് ഈ വിശേഷം എന്ന്. പറഞ്ഞു തരാം. നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ഭൂമി ഇടപാടുകൾ കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ്ഡ് ആക്കിയിട്ടുള്ള നേട്ടം കൈവരിച്ചിരിക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള മഞ്ചേശ്വരം താലൂക്കിലെ ഉജർ ഉൾവാൾ വില്ലേജ് ആണ്. അപ്പോൾ എൻ്റെ ഭൂമി എന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെയാണ് ഈ ഒരു നേട്ടം അവർ കൈവരിച്ചിരിക്കുന്നത്. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേരാണ് ഉജർ ഉൾവാർ. ഇത് രണ്ടും 2 വില്ലേജസ് ആണോ? 2 പ്രദേശങ്ങളാണ്. പ്രദേശങ്ങളെ കൂട്ടി യോജിപ്പിച്ച് ഒരു വില്ലേജ് ആക്കിയതാണ്. ഇത് സർവേ അല്ലേ? ഡിജിറ്റൽ സർവേ ചെയ്ത് അവരുടെ ഓരോ കൈവശക്കാരുടെയും ഭൂമി ഇതിനകത്ത് നമുക്ക് ഇതുപോലെ കണ്ടെത്താൻ പറ്റും, കാണാൻ പറ്റും. അപ്പൊ ഈ കക്ഷിക്ക് ആ കക്ഷിയുടെ ഭൂമി എത്ര ഉണ്ട്, അതെങ്ങനെ നാളെ അതിന്റെ കൈകാര്യം ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഈ പോർട്ടലിലൂടെ. ഓക്കെ. അപ്പൊ സാർ ഇത് മുഴുവൻ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ആ വീട് ഈ വീട് എല്ലാം ഇതിനകത്ത് രജിസ്റ്റേർഡ് ആണ്. അടിപൊളി. എന്റെ ഭൂമി പോർട്ടലിന്റെ ഒരു വലിയ ഉപയോഗം അതാണ്. ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നിങ്ങളുടെ ഭൂമിയിൽ അല്ലെ കൈമാറ്റം ചെയ്യാം. എല്ലാ ഇടപാടുകളും ഭൂമിയുടെ എല്ലാ ഇടപാടുകളും ഓൺലൈനായി ചെയ്യാൻ പറ്റും. അടിപൊളി. നമ്മൾ ആദ്യമായിട്ട് ഇപ്പൊ കാണാൻ പോകുന്നത് എന്റെ ഭൂമി പോർട്ടൽ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ വസ്തു വിറ്റ വ്യക്തിയാണ്. ബാപ്പുഞ്ഞി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വാങ്ങിയ ആള്, അതായത് യൂസഫ് ഇവിടെ നാട്ടിലില്ല, അദ്ദേഹം ഗൾഫിലാണുള്ളത്. അവിടെ ഇരുന്നിട്ടാണ് ഫുൾ ഇടപാടും ചെയ്ത. അപ്പോ സാദത്ത് മൻസിൽ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബാപ്പുഞ്ഞി സാറിന്റെ വീട് അല്ലെ? ഓക്കെ. ഏതാണ് എളുപ്പം? ഇതിനു മുമ്പുണ്ടായിരുന്ന നമ്മൾ എഴുത്തിലൂടെ ചെയ്യുന്നതാണോ അതോ ഇതാണോ എളുപ്പം? ഇതാണ് എളുപ്പം ഏറ്റവും. ആണല്ലേ? എപ്പൊ ഇങ്ങനെ പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ തീർന്ന് എത്ര ഓഫീസ് കയറി ഇറങ്ങേണ്ടി വന്നു? കൊറേ മുമ്പെല്ലാം കൊറേ പ്രാവശ്യം ഇറങ്ങേണ്ടി വന്ന്. ഇപ്പൊ ഇതിന് കുറച്ചും ബുദ്ധിമുട്ടായിരുന്നു, അത് എളുപ്പമായി. രണ്ടാമത് ഓക്കെ. ഈ വസ്തു വാങ്ങിയ ആളുടെ ഫാദർ ഇൻ ലോ ആണ് നമ്മുടെ ഒപ്പം അപ്പുറത്തിരിക്കുന്നത്. വരണ്ടേ വന്നിട്ടില്ല? ഇല്ല. എല്ലാം അവിടെ ഇരുന്നിട്ട് എല്ലാം അവിടെ ചെയ്തു. മുമ്പൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നാട്ടില് വന്നിട്ട് അവിടെ ഓഫീസിൽ പോകണം, പോയിട്ട് അവിടെ സിഗ്നേച്ചർ കൊടുക്കണം, കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് രജിസ്റ്റർ ചെയ്യലോ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് നമ്മളെ സ്ഥലം ഒന്ന് കണ്ടാലോ? ചരിത്രത്തിന്റെ ഭാഗമായ സ്ഥലം നിങ്ങളെ കാണിക്കാം. അപ്പൊ ഇതാണ് പ്രോപ്പർട്ടി അല്ലേ സാർ? എങ്ങനെയാണ് ഇതിന്റെ സർവേ ഒക്കെ നടത്തിയതും? ഇത് ഉജാറുള്ള വില്ലേജിലെ 6 ബ്ലോക്ക് നമ്പർ 6 അതിൽ വരുന്ന 23 എന്ന് പറയുന്ന ഒരു പാർസലാണ്. അതിൽ നിന്നാണ് ഇവര് ഈ 15 സെന്റ് യൂസഫ് എന്ന് പറഞ്ഞ അവർക്ക് ഈ കാണുന്നതാണ് ആ ഒരു ഭൂമി അല്ലേ? ഓക്കെ. ഇനിയിപ്പം ധൈര്യമായല്ലേ ഓൺലൈനിൽ കൂടെ ചെയ്യാനായിട്ട്? അത് ഓറഞ്ച് മരമാണോ? അതെ.
സമ്പൂർണ്ണമായി ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കിയ ഒരു വകുപ്പായി റവന്യൂ വകുപ്പിനെ മാറ്റാൻ കഴിഞ്ഞു എന്നൊരു സന്തോഷം ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴുണ്ട്. ഓക്കെ, താങ്ക് യു. ഇതാണ് എനിക്കും അറിയേണ്ടിയിരുന്നത്. താങ്ക് യു സോ മച്ച്.